നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കണമെന്നറിയോ, ഒരടിപൊളി ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാട്ടോ. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് ബദാം പരിപ്പ്, ഒരു സവാള, ഇത്രയും സാധനങ്ങൾ ചേർക്കണം കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. നമുക്ക് ഈ ഓട്സ് ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം. ഒരു കട്ടോലി മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഞാൻ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. 1-2 പേർക്ക് കഴിക്കാൻ ഇത് മതിയാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് വറക്കണം. ഡ്രൈ റോസ്റ്റ് ഒന്ന് ക്രിസ്പി ആവണ വരെ പതുക്കെ വറക്കുക. ചെറിയ ചൂട് മതി. ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് വറുത്തപ്പോഴാണ് ഇങ്ങനെ ശരിയായത്. ഇനി നമുക്കതിനെ പകർത്തി വയ്ക്കാം. ഒന്ന് ചൂടാറണം. ഇത് ഒന്ന് പരത്തിയിട്ട് നീക്കി വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇതേ ചീനച്ചട്ടി തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വറ്റൽമുളക്, പിന്നെ ബദാം ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കി, സവാള എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിടാം. കുറച്ചല്ലേ ഉണ്ടാക്കണല്ലോ, 1/2 ടീസ്പൂൺ കടുക് മതി. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പിടാം. ഞാനിവിടെ ഉഴുന്ന് പരിപ്പാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് ചുവപ്പ് നിറമായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. ആദ്യം തന്നെ ബദാം ഇടുകയാണ്. ബദാമാണ് എൻ്റെ കയ്യിലുള്ളത്. അണ്ടിപ്പരിപ്പാണെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ ഇത്തിരി കിസ്മിസ്, അതായത് മുന്തിരിങ്ങയുണ്ട്, ഉണക്ക മുന്തിരിങ്ങ, അതിട്ടു. അതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇടാം, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, സവാള ഇത്തിരി കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. നന്നായിട്ടായിട്ടുണ്ട് ഇപ്പോൾ. ഇത് നമുക്കതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചേക്കണ്ട് ഇടാം. ഒരു സവാളയുടെ പകുതിയുള്ളൂ കേട്ടോ ഇത്. നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കണം. നമ്മൾ എത്ര ഓട്സാണ് ഇട്ടിരിക്കുന്നത് അത്ര തന്നെ വെള്ളം ഒഴിക്കണ്ടേ. അപ്പോൾ ഞാനൊരു പാത്രം ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം വെള്ളം ഒഴിക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടേ ഒഴിച്ചു. കുറച്ചേ ഉള്ളൂ അല്ലേ, അത്ര മതി കേട്ടോ. അധികം വെള്ളം വേണ്ട. റവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇതത് വേണ്ട. ഇനി ഉപ്പിടാം അതിലേക്ക്. ഇത് റോക്ക് സോൾട്ടാണ് കേട്ടോ, പിങ്ക് സോൾട്ട്, സോഡിയം ക്ലോറൈഡ് അല്ല. അപ്പോൾ ഇത് പ്രഷറുള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കണം നല്ലതാണെന്ന് പറയുക. നല്ലതാണ് കേട്ടോ. നമ്മൾ വീട്ടിലിത് വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിനി ഓട്സ് ഇടാം. അതിൽ മുന്നായിട്ടൊരു ഇത്തിരി നെയ്യ് ഒഴിച്ചത് നല്ലതാട്ടോ. ഒരു ഇത്തിരി നെയ്യ്, 1/2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചാൽ പ്രത്യേക ഒരു സ്വാദാണ്. ഉപ്പുമാവിൽ ചിലപ്പോൾ വാങ്ങി വെച്ചിട്ട് ലാസ്റ്റാണ് ഒഴിക്കുക. ഇപ്പം ഞാൻ ആദ്യം ഒഴിച്ചു. എന്നാൽ കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഓട്സ് ഇട്ടു. നന്നായിട്ട് ഇളക്കുക. വെള്ളവും ഓട്സും ഒപ്പാൻ നിൽക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഇളക്കാം. അപ്പോൾ ഓട്സൊക്കെ ഒന്ന് വേവും. വെന്തെന്ന് ഒലയൊന്നും വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് വേവിങ്ങനെ ആക്കിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. നമുക്കൊരു ഇതായിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി വെന്ത പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്നിങ്ങനെ ഉതിർത്തില്ല. കുറച്ച് നേരം കൂടി അടച്ച് വയ്ക്കാം കേട്ടോ.
ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. തുറന്നു. ഇനി നമുക്ക് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിക്കിടാം. ഡ്രൈ ആവട്ടെ. അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ. ഇതിലേ ധാരാളം ഫൈബറുണ്ട്. അതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ലതാണ്. വെള്ളത്തിലിട്ട് കഞ്ഞിയായിട്ട് കുടിച്ചാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുന്ന പറയണം. എന്നാലും ഉപ്പുമാവ് റെഡിയായി. വിളമ്പാം. രാജേട്ടന് ആദ്യം കൊടുക്കട്ടെ. ഞാൻ 2 ആൾക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. രാജേട്ടനോട് വേണമെങ്കിൽ നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. എല്ലാം ഉണ്ട്. നല്ല സ്വാദാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. കണ്ടോ, അടിപൊളി ഉപ്പുമാവ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. രാജേട്ടന് കൊടുക്കാൻ പോവാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ചേട്ടാ കഴിച്ചോളാം കേട്ടാ.